അധ്യായം 1. സൃഷ്ടി. പ്രപഞ്ചം, ദേവന്മാർ, ത്രിമൂർത്തികൾ, പ്രണവം തുടങ്ങിയ സർവ്വതും ഉൾക്കൊള്ളുന്നതാണ് വിരാട പുരുഷൻ. ആകാശം, ശിരസ്, മേഘജാലങ്ങൾ, തലമുടി, വീതിഹോത്രൻ മുഖം, സൂര്യനും ചന്ദ്രനും, കണ്ണുകൾ, മായാമന്ദഹാസം, ഇന്ദ്രൻ തുടങ്ങിയ ദിക്പാലകന്മാർ, കൈകൾ, പർവ്വതങ്ങൾ, അസ്ഥിപഞ്ജരം, സപ്തസമുദ്രയങ്ങൾ, ഉദരം, പാദങ്ങൾ, ഭൂമി എന്നിങ്ങനെ പോകുന്നു വിരാടപുരുഷ സങ്കല്പം. പ്രപഞ്ചത്തിന്റെ സമഗ്രവും ഏകാഗ്രവുമായ ഈ ദർശനം ആദ്യാനുഭൂതിയിലേക്കാണ് നയിക്കുന്നത്. ഈ വിശ്വപ്രപഞ്ചത്തിന് 3 ഗുണങ്ങളാണ് ഉള്ളത്. സാത്വികം, രാജസം, താമസം എന്നീ പേരുകളിൽ അവ അറിയപ്പെടുന്നു. ദൃശ്യമായിട്ടുള്ളവയ്ക്ക് മാത്രമേ ഈ ഗുണങ്ങളുള്ളൂ. കാണുന്നതെല്ലാം നശ്വരമാണ്, അനശ്വരമായവ അദൃശ്യങ്ങളാണ്. ആകൃതി ഒരു ഗുണമാണെന്ന് പറയാം. ഈശ്വരൻ ആകൃതിയില്ല, അതുകൊണ്ടാണ് ഈശ്വരനെ നിർഗുണനെന്ന് വ്യവഹരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈശ്വരനെ ജ്ഞാനം കൊണ്ടേ അറിയുവാനാകൂ, ദർശിക്കുവാനാവില്ല. ത്രിഗുണങ്ങൾക്ക് ജ്ഞാനശക്തി, ക്രിയാശക്തി, അർത്ഥശക്തി എന്നീ 3 ശക്തികളുണ്ട്. സത്വഗുണത്തിന്റെ ശക്തി ജ്ഞാനമാണ്, രാജഗുണത്തിൻ്റേത് ക്രിയയും, തമോ ഗുണത്തിൻ്റേത് അർത്ഥവുമാണ്. തമസായിരിക്കുന്ന ദിവ്യശക്തിയിൽ നിന്ന് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെയുള്ള 5 തന്മാത്രകളുണ്ടായി. ഇവകളെ സൂക്ഷ്മ തത്വങ്ങൾ എന്ന് പറയാം. ദിവ്യശക്തിയോടുകൂടിയ ഈ 5 തന്മാത്രകളും 5 സൂക്ഷ്മ തത്വങ്ങളും ചേരുമ്പോൾ അത് താമസമായി തീരുന്നു. ഈ ജ്ഞാനശക്തിയോടുകൂടിയ സാത്വികത്തിൽ നിന്നും വായു, സൂര്യൻ, പാശി, 2 അശ്വിനി ദേവകൾ, ചന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ, മനസ്സ് എന്നീ 10 തത്വങ്ങൾ ആവിർഭവിച്ചു. ഈ തത്വാതിഥികളുടെ പഞ്ചകർണത്തിൽ നിന്നും പഞ്ചഭൂതങ്ങളുണ്ടായി. ഈശ്വരേച്ഛ കൊണ്ട് പഞ്ചഭൂതങ്ങളുടെ പരമാണുക്കൾ സംഘടിച്ച് ഈ 2 അണുകൾ ചേർന്ന് ധുണുക്കൾ ഉണ്ടാകുന്നു. 3 ധുണുകങ്ങൾ ചേർന്ന് ത്രിണുകങ്ങൾ ഉണ്ടാകുന്നു. അവയിൽ നിന്ന് ചതുരണകങ്ങൾ സൃഷ്ടിക്കപ്പെടും. ആ ക്രമത്തിൽ ഈ ദ്രവ്യങ്ങളുടെ വലിയ പിണ്ഡങ്ങൾ ഉണ്ടാകുന്നു. ഈ രീതിയിൽ തന്നെയാണ് നാശവും. എങ്ങനെയെന്നാൽ ആദ്യം ധുണുകങ്ങൾ വേർപെട്ട് പരമാണുകങ്ങളായി തീരുന്നു. പിന്നെ ത്രിണുകങ്ങൾ, ചതുരണകങ്ങൾ, ഈ ക്രമത്തിൽ വലിയ പിണ്ഡങ്ങൾ പോലും നശിക്കുന്നു. മുൻ പറഞ്ഞതുപോലെ പാഞ്ചീകൃതമായ ഭൂതത്തിൽ ചൈതന്യം പ്രവേശിക്കുമ്പോഴാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. സ്ഥൂലദേഹാഭിമാനിയായ ചൈതന്യത്തെ ആദിനാരായണൻ എന്ന് പറയുന്നു. ആകാശത്തിന് ശബ്ദം എന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ. വായുവിന് ശബ്ദം, സ്പർശം എന്നീ 2 ഗുണങ്ങളുണ്ട്. അഗ്നിക്ക് ശബ്ദം, സ്പർശം, രൂപം എന്നീ 3 ഗുണങ്ങളാണുള്ളത്. ജലത്തിന് ശബ്ദം, സ്പർശം, രൂപം, രസം എന്നിങ്ങനെ 4 ഗുണങ്ങൾ. ഭൂമിക്ക് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെ 5 ഗുണങ്ങളുണ്ട്. ഈ പഞ്ചഭൂതങ്ങളുടെ വിവിധ രൂപത്തിലുള്ള പ്രകൃതി ഭാവത്തെയാണ് ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. പ്രളയജലത്തിൽ നിദ്രയെ പ്രാപിച്ച ആദിനാരായണനിൽ, അതായത് വിഷ്ണുവിൽ, പരാശക്തിയുടെ പ്രവേശം കൊണ്ട് രാജഭാവമുണ്ടായി. രജസിൽ അഹങ്കാരം സൂക്ഷ്മ മാത്രമമായി ഭവിച്ചു. അവ ഉണരുകയും വളരുകയും ചേരുകയും ചെയ്തു. അനേകകാലം ഈ ഭാവം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. മഹാവിഷ്ണുവിൽ പിണ്ഡീഭൂതമായി തീർന്ന ഈ അവസ്ഥാവിശേഷം നാഭിയിൽ താമരത്തണ്ടായി തീർന്നു. അത് വളർന്നുകൊണ്ടേയിരുന്നു. ക്രമേണ അതിൽ മുട്ടിട്ടു. അതിൽ സത്യധർമാദി സദ്ഗുണങ്ങളുടെ ഭാവങ്ങൾ ഇഴുകിച്ചേർന്ന് ജ്യോതിർഗോള പ്രകാശരശ്മിയാൽ പൂരിതമായി. താമരയുടെ ദളങ്ങൾ ഒന്നൊന്നായി വിടർന്നു. സഹസ്രദള പൂർണമായ താമര പൂർണ്ണകുമ സുമുഖമായി വിരിഞ്ഞു. പ്രളയത്തിനു മുമ്പ് സംഹാരക്രിയ പൂർണ്ണതയെ പ്രാപിച്ചപ്പോൾ ലോകത്തിന്റെ ജീവബീജം പൂർണ്ണമായി ഒരണ്ഡത്തിൽ ലയിപ്പിച്ച് ബ്രഹ്മാവതിൽ സ്ഥിതനായി. യുഗങ്ങൾ കടന്നുപോയി. ആ സമയം അണ്ഡത്തിൽ നിന്ന് ഭാഷയുടെ ജഡതയില്ലാത്ത ഒരു ശബ്ദം പൊട്ടിപ്പുറപ്പെട്ടു. ഓം എന്ന പ്രണവാക്ഷരമായിരുന്നു അത്. ആ, ഉ, അം ഈ 3 അക്ഷരങ്ങൾ ചേർന്നുണ്ടാകുന്ന പദമാണ് ഓം. ഇതിൽ ആ ആകാരം വിഷ്ണുവിനെയും, ഊകാരം ശിവനെയും, ങ്കാരം ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു. ഓം എന്ന ശബ്ദത്തിന് പ്രണവം അഥവാ ബ്രഹ്മം എന്നാണ് അർത്ഥം. നാം നിറഞ്ഞ ഭക്തിയോടെ ഓം എന്ന് ജപിക്കുമ്പോൾ, ഏറ്റവും പ്രിയമായ ഒരു പേര് പറയുമ്പോൾ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നുവോ അതുപോലെ പരമാത്മാവ് പ്രസാദിക്കുന്നു.
ഏകനായ ദേവൻ ബ്രഹ്മം എല്ലാറ്റിലും മറഞ്ഞിരിക്കുന്നവനും കർമ്മങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനും എല്ലാറ്റിലും അന്തർലീനനായിരിക്കുന്നവനും സാക്ഷിയും കേവലം ചൈതന്യ സ്വരൂപനും നിർഗുണനുമാകുന്നു. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ ഓംകാരമാണ് ആദ്യം ആവിർഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. അതിനുശേഷമാണ് മന്ത്രങ്ങൾ ഉണ്ടാവുന്നത്. പ്രഥമ മന്ത്രം ഓംകാരം തന്നെ. എല്ലാ മന്ത്രങ്ങളും ഓംകാരപൂർവമായി വേണം ഉച്ചരിക്കേണ്ടത്. ഉദാഹരണം: ഓം നമഃ ശിവായ, ഓം നമോ വാസുദേവായ. സംഭവിച്ചിട്ടുള്ളതും സംഭവിക്കാനിരിക്കുന്നതുമായ സകലതും ഓം ശബ്ദത്തിൽ അന്തർഭവിച്ചിരിക്കുന്നുവെന്നാണ് മുണ്ടകോപനിഷത്തിൽ പറയുന്നത്. ഭൂതം, ഭാവി, വർത്തമാനം എന്നീ ത്രികാലങ്ങൾ ഓംകാരാത്മാക്കളാണ്. ത്രികാലാതീതമായിട്ടുള്ളതെന്തോ അതും ഓംകാരം തന്നെ. ബ്രഹ്മസ്വരൂപമായ ആത്മാവിന് 4 പദങ്ങളാണുള്ളത്. ജാഗ്രതാവസ്ഥയിൽ സ്ഥൂലഭൂകമായിരിക്കുന്ന വൈശ്വരനാരാണ് ആദ്യത്തെ പാദം. സ്വപ്നാവസ്ഥയിൽ പ്രവിമുക്തനായിരിക്കുന്ന തൈജസനാണ് 2ാമത്തെ പാദം. സുഷുപ്താവസ്ഥയിൽ പ്രജ്ഞാനകനും ആനന്ദമുഖനുമായിരിക്കുന്ന പ്രാജ്ഞനാണ് 3ാമത്തെ പാദം. ഈ പ്രാജ്ഞനാണ് സർവജ്ഞനും സർവേശ്വരനും സൃഷ്ടിസ്ഥിതി പ്രളയകർത്താവുമാകുന്നത്. ഇതിനെല്ലാം ഉപരിയായി തുര്യാവസ്ഥയിൽ, അതായത് 4ാമത്തെ അവസ്ഥയിൽ ആത്മാവ് സ്വയം ജ്യോതിസായി തീർന്നു. ഈ ആത്മാവാണ് അറിയപ്പെടേണ്ടവൻ. ഇതാകുന്നു 4ാം പാദം. ശാന്തോഗോപ്യ നിപനിഷത്തിൽ ഓംകാരത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ജീവജാലങ്ങളുടെ സാരാംശമാണ് ഭൂമി. ഭൂമിയുടെ സാരാംശം വെള്ളമാകുന്നു. വെള്ളത്തിന്റെ സാരാംശം ചെടികൾ. ചെടികളുടെ സാരാംശം മനുഷ്യൻ. മനുഷ്യന്റെ സാരാംശം വചനം അഥവാ വാക്ക്. വചനത്തിന്റെ സാരാംശം ഋഗ്വേദം. ഋഗ്വേദത്തിന്റെ സാരാംശം സാമവേദം. സാമവേദത്തിന്റെ സാരാംശം ഉദ്ഗീതം, അല്ലെങ്കിൽ സാമവേദധ്വനി. അതാണ് ഓം. പരബ്രഹ്മത്തെ പ്രാപിക്കുന്നവനാകുന്ന ഒരു ഉപാധിയായിട്ടാണ് ഓംകാരത്തെ തത്വശാസ്ത്രം കാണുന്നത്. ഭഗവത്ഗീതയിൽ ഇതിനെ ശ്രീകൃഷ്ണനോട് സാദൃശ്യപ്പെടുത്തുന്നു. ഓം, തത്, സത് എന്നീ 3 ശബ്ദങ്ങൾ ബ്രഹ്മത്തെ അറിയുവാനുള്ള മാർഗമായിട്ടാണ് കരുതുന്നത്. ജൈന ബുദ്ധമതങ്ങളിലും ഓംകാരം പ്രതിപാദിച്ചു കാണുന്നു. ഓം മണിപത്മേഹും എന്ന മന്ത്രം ബുദ്ധമതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ബൗദ്ധ ചിന്തയുടെ ഒരു ശാഖയായ ശൂന്യവാസ സിദ്ധാന്തം ഓംകാരത്തെ ശൂന്യവാദ ചിന്തഗതിക്ക് യോജിച്ചതാണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. പ്രണവം ശൂന്യതയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും അക്കാരണത്താൽ ശൂന്യതയുമായി ഒരു ഓംകാരത്തിന് ബന്ധവുമുണ്ടെന്നുമാണ് വാദം. പതഞ്ജലി യോഗം ഓംകാരത്തെ സർവേശ്വരനായി ബന്ധിച്ചിരിക്കുകയാണ്. ഓംകാരത്തെ ഇതിൽ പ്രണവമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രണവം ദൈവത്തെ അറിയുവാൻ സഹായിക്കുന്നുവെന്ന് യോഗസൂത്രങ്ങൾ അനുശാസിക്കുന്നു. പ്രണവത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ട് അനേകം തവണ ഉച്ചരിക്കുന്നത് യോഗാഭ്യാസത്തിൽ ഒരു മുഖ്യ ഭാഗമായി ഈ ദർശനം കരുതുന്നു. കേവലാധിഷ്ഠിതമായ വചനരൂപമാണല്ലോ ഓം. അതിലെ 1ാം ശതാബ്ദമാണത്രേ ഭും എന്നും 2ാം തന്മാത്ര ഭുവ എന്നും 3ാം തന്മാത്ര സ്വ എന്നുമായിരുന്നു. അത് ഏകീകൃതമായി ദുർഭുവസ്വം എന്ന സംജതയെ സ്വീകരിച്ചു. ഈ വചനം കേവലം ബീജാണ്ടനത്തിന് രാസതുരകമായി തീർന്നു. വിഭിന്ന ശരീരങ്ങൾ ജീവബീജങ്ങളിൽ മുകളീകൃതമാകുവാൻ വെമ്പി. അങ്ങനെ സൃഷ്ടി പ്രക്രിയ പൂർണ്ണമാവാൻ കാലമെത്തി. കാലവും വചനവും ഒന്നായപ്പോൾ പത്മത്തിൽ ബ്രഹ്മാവ് ജനിച്ചു. ചലനമാണ് ജീവന് ഇരിപ്പിടം. ഒന്നും സ്ഥിരമായി നിൽക്കുന്നില്ല. ചരങ്ങളും അചരങ്ങളും അങ്ങനെ നിലനിൽക്കുന്നുവെന്ന് തോന്നുന്നത് വെറും തോന്നൽ മാത്രമാണ്. ഈ തോന്നലിനെയാണ് മായ എന്ന് പറയുന്നത്. യാതൊന്നെയാണോ ഇല്ലാത്തത്? യാ മാസ മായ, അതാണ് മായ. പ്രപഞ്ചം പ്രളയത്തിൽ എവിടെ പോകുന്നു? എങ്ങും പോകുന്നില്ല. സ്ഥൂല പ്രകൃതിയിൽ നിന്ന് സൂക്ഷ്മ പ്രകൃതിയിലേക്ക് മാറുന്നുവെന്ന് മാത്രം. സ്ഥൂലാംശങ്ങൾ സൂക്ഷ്മാംശങ്ങളിൽ വിലപം പ്രാപിക്കുന്നു. അണ്ടത്തിൽ തന്നെ ജീവബീജം അടങ്ങിയിരിക്കുന്നത് പോലെ സൂക്ഷ്മതയിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വികാസമാണ് ജനനം. ചലനാത്മകമായ ഈ പ്രപഞ്ചത്തിന്റെ പോക്കിനെ സൂക്ഷ്മമായി നിയന്ത്രിക്കുവാൻ ഒരു സത്ത ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിന്റെ ചലനത്തിന് മാറ്റം വരും. ചരാചരങ്ങളുടെ ജീവിതലാക്രമം അവതാളത്തിലാവുകയും ചെയ്യും. എല്ലാം നേരെയാക്കുവാൻ എല്ലാറ്റിൻ്റെയും കാരണഭൂതനായ ഒരു ശക്തിയുണ്ട്. അനശ്വരമായ ആ സത്തയുടെ പ്രവർത്ത കിരണങ്ങളിൽ ഒരാളാണ് മഹാവിഷ്ണു. പ്രളയകാലം. എങ്ങോട്ട് നോക്കിയാലും ഓളുകുത്തിയില്ലാതെ ജലപ്പുരം മാത്രം. പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചത്തിലെ വിശാലമായ ജലനിരപ്പിൽ ആദ്യകാലത്ത് വിഷ്ണു ബാലരൂപിയായി ഒരു ആലിലയിൽ കിടന്ന് ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങി. ഞാൻ ആരാണ്? ഞാൻ എങ്ങനെയുണ്ടായി? എന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം എന്താണ്? എന്ത് പ്രവൃത്തിയാണ് ഞാൻ ചെയ്യേണ്ടത്? അടുത്ത നിമിഷം തന്നെ ഇരുട്ടിന്റെ അനന്തതയിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു.
വിഷ്ണു, എല്ലാം ഞാൻ തന്നെ. ഞാനൊഴികെ സനാതനമായി, സന്മയമായി, ചിന്താന്മമയായി ഒന്നും തന്നെയില്ല. മഹാവിഷ്ണു അത്ഭുത പരതന്ത്രനായി. ഈ ശബ്ദം എവിടെ നിന്നും പുറപ്പെട്ടു? ഇതാരുടെ ശബ്ദം? വ്യക്തവും താളനിബിദ്ധവുമായ ആതിര ശബ്ദങ്ങൾ പോലെ അവ അത്യന്തം മനോഹരമായിരിക്കുന്നുവല്ലോ. ഈ സ്വരഗംഗയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് വിഷ്ണു കിടന്നു. പെട്ടെന്ന് അത്ഭുതമെന്ന് പറയേണ്ടിയിരിക്കുന്നു. മുങ്ങിയ ഒരു ആഴപ്പരപ്പിന് മുകളിൽ ഒരു ദിവ്യ വെളിച്ചം വ്യാപിച്ചു. മഞ്ഞയും ചുവപ്പും കലർന്ന വെളിച്ചം. വിഷ്ണു സവിധത്തിലേക്ക് ആ വെളിച്ചം കടന്നു വന്നു. ഇരുട്ടിനെ അപ്രതീക്ഷിതമാക്കിയ അഭൗമ പ്രകാശത്തിന്റെ നടുവിൽ ജ്യോതിർഗോളങ്ങളെ വെല്ലുന്ന പ്രകാശരശ്മികൾ പ്രസരിപ്പിച്ചുകൊണ്ട് പുഞ്ചിരിച്ച മുഖവുമായി മഹാദേവി പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുവിനെ വിശ്വസിക്കുവാനാവുന്നില്ല. ഇതെന്ത്? വിഷ്ണുവിനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ദേവി പറഞ്ഞു, അല്ലയോ വിഷ്ണു ഭഗവാനെ, അത്ഭുതം മാറിയില്ല അല്ലേ? താങ്കൾ ആരാണെന്നും എന്താണെന്നും താങ്കളുടെ കർമ്മമെന്നും പണ്ടും താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലെ എത്രയെത്ര നൈമിത്തിക പ്രളയങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മഹാപ്രളയങ്ങൾ തന്നെ നടന്നിട്ടില്ലേ? അപ്പോഴെല്ലാം ജൈവികതയ്ക്ക് സൃഷ്ടിസ്ഥലയങ്ങൾ ഉണ്ടാകുവാൻ ഞാൻ എത്തിയിട്ടുണ്ട്. എന്റെ കർമ്മമാണല്ലോ അത്. പരാശക്തിയുടെ മൗത്വം കൊണ്ട് ആലിലയിൽ അന്നും താങ്കൾ യോഗനിദ്രയിൽ നിന്നും മുക്തനായി ശയിച്ചിട്ടുണ്ട്. പരാശക്തി മാത്രമേ ഗുണാതീതമായിട്ടുള്ളൂ. നാം എല്ലാം ഗുണത്തോടു കൂടിയവരാണ്. അങ്ങ് സദ്ഗുണ പ്രധാനമാണ്. താങ്കളുടെ നാഭിയിൽ നിന്നും രജോ ഗുണപ്രധാനനായ ബ്രഹ്മാവ് ജന്മമെടുക്കും. ബ്രഹ്മാവിന്റെ നെറ്റിത്തടത്തിൽ നിന്നും തമോ ഗുണദേവനായ ശിവൻ ജനിക്കും. ബ്രഹ്മാവ് തപോബലം കൊണ്ട് സൃഷ്ടിശക്തി സംഭരിച്ച് രജോ ഗുണത്താൽ രക്തവർണമായ ലോകത്തെ സൃഷ്ടിക്കും. ജീവജാലങ്ങൾക്ക് ജന്മം നൽകും. പ്രകൃതി സമ്പൂർണമാകും. ലോക ദുരിതങ്ങൾ ഇല്ലാതാക്കി പ്രപഞ്ചത്തെ മഹത്വപൂർണമാക്കി രക്ഷിക്കുവാൻ താങ്കൾ യത്നിക്കും. ബ്രഹ്മാവ് സൃഷ്ടിച്ചതും അങ്ങ് രക്ഷിച്ചതുമായ ലോകത്തെ കൽപ്പാന്തത്തിൽ ശിവൻ സംഹരിക്കും. സൃഷ്ടിക്ക് വേണ്ടി അങ്ങയെ ആശ്രയിച്ച് നിൽക്കുന്ന സ്വാത്വിക ശക്തിയാണ് ഞാൻ. വിഷ്ണു, അങ്ങ് ആരാണെന്നും അങ്ങയുടെ കർത്തവ്യം എന്താണെന്നും വ്യക്തമായില്ലേ? ഇങ്ങനെ അരുളി ചെയ്തിട്ട് മഹാദേവി അപ്രതീക്ഷിതമാണ്. ദേവി പറഞ്ഞതുപോലെ മഹാവിഷ്ണുവിന്റെ നാഭീപത്മത്തിൽ നിന്നും ബ്രഹ്മാവും ബ്രഹ്മാവിന്റെ ഭൂമധ്യത്തിൽ നിന്നും ശിവനും ഉത്ഭവിച്ചു. ബ്രഹ്മാവിന്റെ സൃഷ്ടിയെപ്പറ്റി മുനിസ്മൃതി 1-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പരാശക്തിയിൽ നിന്നും ഒരു അണ്ഡം സുവർണ നിറമുള്ള ഒരു ബീജമായി. ആ ബീജത്തിൽ പ്രാജന്മത്തിൽ ബ്രഹ്മപദത്തിൽ അർഹമായ തപസ്സനുഷ്ഠിച്ച ഒരു ജീവനെ ബ്രഹ്മാവായി സൃഷ്ടിച്ചിട്ട് ആ ബ്രഹ്മാവിൽ പരാശക്തി അന്തർയാമിയായി പ്രവേശിച്ചു. ആ ബ്രഹ്മാവാണ് സർവലോക പിതാമഹൻ എന്നറിയപ്പെടുന്നത്. ബ്രഹ്മസൃഷ്ടിയെപ്പറ്റി വാമനപുരാണം 43-ാം അധ്യായത്തിൽ പറയുന്നത് മറ്റൊരു വിധത്തിലാണ്. പണ്ട് ചരാചരമൊക്കെ ഭയങ്കരമായ ഒറ്റക്കടലിൽ മുങ്ങിപ്പോയപ്പോൾ പ്രജകളുടെ ബീജമായ ഒരു വലിയ അണ്ഡമുണ്ടായിരുന്നു. ആ അണ്ഡത്തിൽ സ്ഥിതനായ ബ്രഹ്മാവ് നിദ്ര ആരംഭിച്ചു. 1000 യുഗം മുഴുവൻ ഉറങ്ങിയതിനു ശേഷം അദ്ദേഹം ഉണർന്നു. അപ്പോൾ സദ്വഗുണാധിക്യത്താൽ ബ്രഹ്മാവ് ലോകത്തെ ശൂന്യമായി കണ്ടു. സൃഷ്ടിയെ ധ്യാനിച്ചപ്പോഴാകട്ടെ രജോ ഗുണത്താൽ മോഹിതനായി ചമച്ചു. രജസ് സൃഷ്ടിഗുണവും സത്വം സ്ഥിതിഗുണവും മാത്രേ. സംഹാരഗുണത്തെ തമോ ഗുണവും മുതിരുന്നു. ആകെ ഭഗവാനായ പുരുഷൻ ഗുണങ്ങളെ അതിക്രമിച്ച് സർവവ്യാപിയായി വർത്തിക്കുന്നു. ഈ ജീവലോകം മുഴുവൻ ആ പുരുഷനാൽ വ്യാപിക്കപ്പെട്ടത്രേ. ആ ശാശ്വതയാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും. ലോകം ശുദ്ധജലത്തിനകത്താണ് കിടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഭഗവാൻ അണ്ഡത്തെ 2-ആയി വിഭജിച്ചപ്പോൾ ഓംകാരമുണ്ടായി. പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി പ്രചരിച്ചിട്ടുള്ള മറ്റൊരു കഥ ഇനി പറയുന്നു. മൂലപ്രകൃതിയുടെ 3-ാമത്തെ പിരിവും തമോ ഗുണ പ്രധാനവുമായ താമസീ വൃത്തിക്ക് സർവേശ്വരൻ സൃഷ്ടി ഉണ്ടാക്കുമ്പോൾ വിക്ഷോഭവർണ ശക്തികൾ ഉണ്ടാകും. ഇതിൽ വിക്ഷേപ ശക്തി കൊണ്ട് പ്രപഞ്ച സൃഷ്ടി നടക്കുകയും ആവരണ ശക്തി കൊണ്ട് അതിന്റെ വാസ്തവസ്ഥിതി മറഞ്ഞു പോവുകയും ചെയ്യും. എങ്ങനെയെന്നാൽ ആത്മസമ്പത്തോടു കൂടിയ വിക്ഷേപക ശക്തിയിൽ നിന്ന് ആകാശവും, ആകാശത്തിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടായി. ആദിയിൽ പഞ്ചഭൂതാധാതുക്കളാണ് ഈ വിധമുണ്ടായത്. പരമാണുക്കൾ അദൃശ്യങ്ങളാകും. ആകാശത്തിൽ ശബ്ദം മാത്രമുണ്ടായി. വായുവിൽ ശബ്ദം സ്പർശനങ്ങൾ 2 അഗ്നിയിൽ ശബ്ദസ്പർശ രൂപങ്ങൾ 3 ജലത്തിൽ ശബ്ദസ്പർശ രൂപരസങ്ങൾ 4 ഭൂമിയിൽ ശബ്ദസ്പർശ രൂപ സരഗന്ധങ്ങൾ 5 ഇവയെ തന്മാത്രകൾ എന്ന് പറയുന്നു. ഇവയ്ക്ക് പുറമെ പരമാണു പ്രായങ്ങളായ സൂക്ഷ്മഭൂതങ്ങളിൽ മൂലപ്രകൃതിയുടെ ഗുണങ്ങളായ സത്വര രജസ് തമസുകളും സമ്പത്തപ്പെട്ടിരിക്കുന്നു. ആകാശം, വായു, തേജസ്, ജലം, ഭൂമി ഇവയുടെ പരമാണുക്കൾ അടങ്ങിയിരിക്കുന്ന സദ്ഗുണത്തിൽ നിന്ന് മുറയ്ക്ക് ശ്രോത്രം, വാക്ക്, നേത്രം, നാക്ക്, മൂക്ക് എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാറ്റിനുമുള്ള സദ്ഗുണങ്ങളും ഒന്നിച്ചേർന്ന്
അതീന്ദ്രമായ അന്ധകരണവും ഉണ്ടായി. അന്ധകരണം മനസ്സ്, ബുദ്ധി എന്ന് രണ്ടായി പിരിഞ്ഞു. പിന്നീട് അത് രണ്ടും മനസ്സ്, ചിത്തമെന്നും ബുദ്ധി, അഹങ്കാരമെന്നും വിഭക്തങ്ങളായി. മേൽപറയപ്പെട്ട പരമാണുക്കളിലെ രജോ ഗുണഭാവങ്ങളിൽ നിന്നും ഉറക്കിയ വാക്ക്, വാണി, പാദം, വായു, ഉപസ്ഥം എന്നീ 5 കർമ്മേന്ദ്രിയങ്ങളും എല്ലാറ്റിനുമുള്ള രജോ ഗുണഭാവങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാണനുമുണ്ടായി. ഓരോ പ്രാണവായു, സ്ഥലം, കാലം, പ്രവൃത്തി ഇവയുടെ വ്യത്യാസത്താൽ പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, ജ്ഞാനൻ എന്നീ 5 വിധത്തിലുള്ള നാമങ്ങളെ കൈക്കൊള്ളുന്നു. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവ 17 ചേർന്നതിന് സൂക്ഷ്മ ശരീരമെന്നും ലിംഗ ശരീരമെന്നും പറയുന്നു. ഇങ്ങനെ സൂക്ഷ്മ സൃഷ്ടി ഉണ്ടായി. ഇനി സ്ഥൂല സൃഷ്ടി എങ്ങനെയാണെന്ന് നോക്കാം. ഈശ്വര സങ്കല്പം നിമിത്തം തമോഗുണയുക്തങ്ങളായ മുൻപറയപ്പെട്ട പരമാണുക്കൾ പഞ്ചീകൃതങ്ങളായിട്ട് മഹാഭൂതങ്ങളായി തീരുന്നു. പഞ്ചീകരണം എന്നാൽ എന്താണ്? പഞ്ചഭൂത പരമാണുക്കളെ ഈശ്വര 2ആയി പിരിക്കുക. പിന്നീട് ഈ അർദ്ധാംശങ്ങളെ വീണ്ടും 4 ഭാഗിക്കുക. പൃഥ്വി പരമാണുവിന്റെ അർദ്ധാംശത്തിൽ ജലം, തേജസ്, വായു, ആകാശം ഇവയുടെ അർദ്ധാംശങ്ങളിൽ 4 ഒരു ഭാഗം ചേർത്താൽ മഹാപൃഥ്വിയും ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെ മറ്റ് പരമാണുക്കളുടെ അംശങ്ങളും ചേർത്താൽ ഓരോ മഹാഭൂതങ്ങളും ഉണ്ടാകുന്നു. ഇതാണ് പഞ്ചീകരണ വിധി. ഈ 5 മഹാഭൂതങ്ങളിൽ നിന്നാണ് 14 ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ബ്രഹ്മാണ്ടവും അതിൽ കാണുന്ന സകല ചരാചരങ്ങളും സ്ഥൂല ശരീരങ്ങളും ഉണ്ടായിട്ടുള്ളത്. ആദിമ മഹസിന്റെ പരിവേഷമായി കേവല രൂപനായ ബ്രഹ്മാവ് വർഷങ്ങൾ കഴിച്ചുകൂടും. ദ്വന്ദ്വാനൂപതികൾക്കപ്പുറത്തുള്ള കേവല ബോധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ക്രമേണ പ്രകൃതി കേവല ബോധത്തിന്റെ ശൽക്കലമായി തീർന്നു. അതിനുള്ളിൽ സച്ചിദാനന്ദനും ഉന്മീലനത്തിനായി. ചിന്തിക്കാനാവാത്ത നിതാത സത്തയിൽ പരാശക്തിയുടെ പ്രതാർഭാവം അതുനിമിത്തം മായ സന്നിവിശേഷിച്ചു. ബ്രഹ്മാവിന് പരോക്ഷ ഭാഷ ബോധമായി. മനനം മനസ്സിനെ തേടിയെത്തി. പ്രതീഭാക്ഷ രൂപമെടുത്തു. അതോടെ ബ്രഹ്മാവ് പണ്ട് യുഗപുരുഷൻ ആലോചിച്ചതുപോലെ ഞാൻ ആരാണ് എന്ന് ചിന്തിച്ചു. ഉത്തരമില്ലാത്ത കേവല ചിന്ത തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു നിശബ്ദ നിമിഷത്തിൽ പെട്ടെന്ന് അദ്ദേഹം ഒരു അശരീരി കേട്ടു. അല്ലയോ ബ്രഹ്മദേവ, ശ്രദ്ധിച്ചാലും കഴിഞ്ഞ കൽപ്പത്തിലും താങ്കൾ ഇങ്ങനെ തന്നെ ചിന്തിച്ചിരുന്നു. മഹാവിഷ്ണുവിന്റെ നാഭിയിലെ താമരത്തണ്ടിലാണ് താങ്കളുടെ ജന്മമെന്ന് മനസ്സിലാക്കിയാലോ. എന്താണ് താങ്കൾ അനുഷ്ഠിക്കേണ്ടതായ ബോധമെന്ന് മനനം ചെയ്ത് നേടേണ്ടതാണ്. ഇന്നു മുതൽ ഒരു കാര്യം ചെയ്യാം, അതായത് ഏകാന്ത ധ്യാനത്തിൽ ലയിക്കണം. കാലചക്രത്തിന്റെ ഗതിയാണെന്ന് മനസ്സിലാക്കാം. വിശ്വം ജനിക്കുന്നതിന്റെ പ്രാരംഭമാണെന്ന് ധരിക്കണം. മറ്റൊന്നും ചിന്തിക്കാതെ കേവലമായി മനനം ചെയ്യുക. ഒരു ലക്ഷ്യവുമില്ലാതെ കേവല ലക്ഷ്യത്തിൽ ഉൾക്കൊള്ളുക. എന്തിനാണെന്ന് വിചാരിക്കാതെ എന്താണെന്ന് അറിയുക. ഇത് ചലനമാണെന്ന് മനസ്സിലാക്കുക. കർമ്മകാന്ഡം ജ്ഞാനകാന്ഡത്തിന്റെ പിന്നാലെ എത്തിച്ചേരും. താങ്കൾക്കിതെല്ലാം ഉൾക്കൊള്ളുകയാണെന്ന് കരുതട്ടെ. പെട്ടെന്ന് ശബ്ദം നിലച്ചു. ബ്രഹ്മാവ് നിർമ്മലനായി ധ്യാനത്തിലാണ്. ഏതാനും വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിൽ നിന്നും സൃഷ്ടിയുടെ നിമിഷങ്ങൾ ആവിർഭവിക്കുവാൻ തുടങ്ങി. ഏകാന്ത ധ്യാനത്തിനിടയിൽ ബ്രഹ്മാവിൽ 3 ഗുണങ്ങൾ സന്നിവിശേഷിച്ചു. സാത്വികവും രാജസവും താമസവുമായിരുന്നു അവ. പെട്ടെന്ന് തമോമയമായ ചില സൃഷ്ടികൾ ആവിർഭവിച്ചു. തമസ്, മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം എന്നിങ്ങനെ 5 ശാഖകളുള്ള അവിദ്യ, അജ്ഞാനമാണ് ബ്രഹ്മാവിനുണ്ടായത്. പിന്നെയും അദ്ദേഹം ധ്യാനലീനനായി. അപ്പോൾ ജ്ഞാനശക്തി ഇല്ലാത്തതും അകത്തും പുറത്തും ഒരേപോലെ പ്രകാശമില്ലാത്തതും തമസ്സുകൊണ്ട് മറയ്ക്കപ്പെട്ടതും ആത്മാവോട് കൂടിയതുമായ 5 വിധത്തിലുള്ള അജരത്തിന്റെ സൃഷ്ടിയുണ്ടായി. ഇവയാണ് ഉൽബിത്തുക്കൾ എന്നറിയപ്പെടുന്നത്. ബ്രഹ്മാവ് മറ്റൊരു സൃഷ്ടിക്കായി ശ്രമിച്ചപ്പോൾ തിര്യക് സ്രോതസ് ഉണ്ടായി. വായുവിലൂടെ സഞ്ചരിക്കുവാൻ കഴിവുള്ളതും അല്ലാത്തതുമായ ജീവികളായിരുന്നു അവ. തിര്യക് സ്രോതസ്സുകളിൽ പക്ഷികളും മൃഗങ്ങളും ഉൾപ്പെടുന്നു. തുടർന്ന് രാത്രിയും പകലും സന്ധ്യയും പ്രഭാതവും ഉണ്ടായി. രാക്ഷസരും യക്ഷസരും പിശാചികളും സർപ്പങ്ങളും ഗന്ധർവരും ജനിച്ചു. പക്ഷികളും മൃഗങ്ങളും വിഭിന്നങ്ങളായി. ജലജീവികളും കരയിലും ജലത്തിലും ജീവിക്കുന്ന പ്രാണികളും ജനിച്ചു. ബ്രഹ്മാവ് വീണ്ടും ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു സൃഷ്ടിയുണ്ടായി. ഓദ്ദ സ്രോതസ് എന്ന് പേരായ ആ സൃഷ്ടി സദ്ഗുണപ്രധാനവും ഉപരിഭാഗത്ത് വസിക്കുന്നതുവനുമായിരുന്നു. ഇതിൽ ഉത്ഭവിച്ചവർ സുഖവും സന്തോഷവും ധാരാളമായി അനുഭവിക്കുന്നവരും ജ്ഞാനികളുമായിരുന്നു. ദേവീ സൃഷ്ടി എന്ന് പറയപ്പെടുന്ന ഈ സൃഷ്ടി തന്നിൽ നിന്നുണ്ടായപ്പോൾ ബ്രഹ്മാവിന് അത്യധികമായ ആനന്ദമുണ്ടായി. ഇതുകൊണ്ട് തൃപ്തി വരാതെ അദ്ദേഹം പ്രകൃതിയിൽ അവാക്ക് സ്രോതസ് എന്ന സൃഷ്ടി നടത്തി. ഈ വിഭാഗത്തിൽപ്പെട്ട ജീവികൾ സത്വം, രജസ്, തമസ് എന്നിവയെല്ലാം അധികമായിട്ടുള്ളവയാകുന്നു. അതിനാൽ അവ ദുഃഖമേറിയതും ഇടവിടാതെ കർമ്മങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നതുകൊണ്ടുവരുന്നതുമാണ്. അവയാണ് മനുഷ്യ. വിഷ്ണുപുരാണം 1-ാം അംശം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു:
വീണ്ടും ധ്യാനലീനനായിരുന്ന പ്രജാപതിക്ക് തമോ ഗുണം വർദ്ധിച്ചു. ആദ്യമായി അദ്ദേഹത്തിന്റെ അരക്കെട്ടിൽ നിന്നും അസുരന്മാർ ജനിച്ചു. അപ്പോൾ ബ്രഹ്മാവ് തമോമായ ആ മൂർത്തികളോട് ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള തമോമൂർത്തിയാണ് രാത്രിയായി പരിണമിച്ചത്. പിന്നീട് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് സദ്ഗുണമേറിയ ദേവന്മാർ ഉത്ഭവിച്ചു. ബ്രഹ്മാവ് ആ മൂർത്തിയെയും ഉപേക്ഷിച്ചു. അതാണ് പ്രകാശരൂപമായ പകലായി തീർന്നത്. തന്മൂലമാണ് അസുരന്മാർ രാത്രിയിലും ദേവന്മാർ പകൽ സമയത്തിലും ബലവന്മാരായി തീർന്നത്. അതിനുശേഷമാണ് പിതൃക്കൾ ജനിച്ചത്. അവരെയും ബ്രഹ്മാവ് കൈവെടിഞ്ഞു. അതാണ് പകലിനും രാത്രിക്കും ഇടയ്ക്കുള്ള സന്ധ്യ. പിന്നീട് അദ്ദേഹം രജോ ഗുണത്തിന്റെ അംശമുള്ള മൂർത്തി ധരിച്ചു. അതിൽ നിന്ന് രാജഗുണമേറിയ മനുഷ്യർ പിറന്നു. ബ്രഹ്മാവ് ആ മൂർത്തിയെയും ഉപേക്ഷിച്ചു. അത് നിലാവായി തീരുകയും പ്രഭാതമെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പുലർക്കാലത്ത് മനുഷ്യരും സന്ധ്യാസമയത്ത് പിതൃക്കളും ബലവന്മാരാകുന്നു. പുലരി, അന്ത്യനേരം, രാത്രി, പകൽ ഇവ നാലും ബ്രഹ്മാവിന്റെ ശരീരങ്ങളായി പരിഗണിക്കപ്പെടുന്നു. ബ്രഹ്മാവ് ഇതേ തുടർന്നും രജസിന്റെ അംശമുള്ള മറ്റൊരു സ്വരൂപം സ്വീകരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് വിശപ്പുണ്ടായി. വിശപ്പോടുകൂടി കാമവും ജനിച്ചു. പിന്നീട് ബ്രഹ്മാവ് ഇരുട്ടത്തിരുന്ന വിശപ്പ് കൊണ്ട് വലഞ്ഞ ജീവികളെ സൃഷ്ടിച്ചു. തികച്ചും വ്യത്യസ്തമായവ. വീരരൂപന്മാരും മുഖരോമം ധാരാളമുള്ളവനുമാരുമായി പിറന്ന അവർ ബ്രഹ്മാവിന്റെ പുറകെ ഓടി. അവരിൽ ഇങ്ങനെ ചെയ്യരുത്, ഇവനെ രക്ഷിക്കുക എന്ന് പറഞ്ഞവർ രാക്ഷസന്മാരായി തീർന്നു. ഞങ്ങൾക്കിവനെ തന്നേ മതിയാകൂ, ഇവനെ തിന്നേ മതിയാകൂ എന്ന് പറഞ്ഞവർ യക്ഷന്മാരായി തീർന്നു. ഇവരെ കണ്ടതിലുള്ള ദേഷ്യവും അപ്രിയവും നിമിത്തം പ്രജാപതിയുടെ തലയിൽ നിന്നും തലമുടി കൊഴിഞ്ഞു വീണു. പിന്നെ തലയിലേക്ക് കയറുകയും ചെയ്തു. ഇഴഞ്ഞു കയറിയതുകൊണ്ട് അവ സർപ്പങ്ങളെന്നും ഹീനങ്ങൾ, അതായത് കൊഴിഞ്ഞവ ആകയാൽ അഹികളെന്നും പറയപ്പെടുന്നു. ഇതിനുശേഷം ബ്രഹ്മാവ് ഉഗ്രമായ ദേഷ്യം പൂണ്ട് ചിലരെ സൃഷ്ടിച്ചു. കരിഞ്ചുവപ്പ് നിറം കൊണ്ട് ഭയങ്കരമാരായി തീർന്ന ഇവർ പിശുദാശന്മാർ, മാംസം തിന്നുന്നവർ ആയിത്തീർന്നു. പിന്നീട് ഗാനം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഗന്ധർവന്മാരുണ്ടായി. ബ്രഹ്മാവ് തന്റെ വയസ്സിൽ നിന്നും പക്ഷികളെ അവയുടെ പൂർവിക കർമ്മഭാരങ്ങൾ അനുസരിച്ച് സ്വതന്ത്രങ്ങളായി സൃഷ്ടിച്ചു. പിന്നീട് ചെമ്പരിയാടുകളെ മാറിടത്തിൽ നിന്നും കോലാടുകളെ മുഖത്തിൽ നിന്നും സൃഷ്ടിച്ചു. ബ്രഹ്മദേവൻ പശുക്കളെ സൃഷ്ടിച്ചത് ഉദരഭാഗത്തിൽ നിന്നും പാർശ്വത ഭാഗത്തിൽ നിന്നുമായിരുന്നു. കാലുകളിൽ നിന്ന് കുതിര, കഴുത, കോവർ കഴുത, കലമാൻ, ആന, മാൻ, ഒട്ടകം തുടങ്ങിയ മറ്റു മൃഗങ്ങളെയും അദ്ദേഹം സൃഷ്ടിച്ചു. കായ്കനികളും കിഴങ്ങുമുള്ള ചെടികൾ അദ്ദേഹത്തിന്റെ രോമങ്ങളിൽ നിന്നുണ്ടായി. പ്രജാപതി തന്റെ കിഴക്കോട്ട് തിരിഞ്ഞ മുഖത്തിൽ നിന്ന് ഗായത്രം എന്ന ഛന്ദസ്, ഋഗ്വേദം, ത്രിവൃത്, സ്തോമം, രഥാന്തരം എന്ന സാമം തുടങ്ങിയവ സൃഷ്ടിച്ചു. തെക്കോട്ടുള്ള മുഖത്തിൽ നിന്ന് യജുർവേദം, പഞ്ചദേശ സ്തോമം, ബൃഹസാൽമം തുടങ്ങിയവ സൃഷ്ടിച്ചു. പടിഞ്ഞാറോട്ടുള്ള മുഖത്തിൽ നിന്ന് സാമവേദം, ജഗതി ഛന്ദസ്, അതിരാത്ര യജ്ഞം മുതലായവ സൃഷ്ടിച്ചു. ഇങ്ങനെ ഉത്കൃഷ്ടവും അഗാധവുമായ പലതും ബ്രഹ്മാവിൽ നിന്ന് ഉത്ഭവിച്ചു. പ്രജാപതികളിലൂടെയാണ് മനുഷ്യരുടെ സൃഷ്ടി ബ്രഹ്മാവ് നിർവഹിച്ചത്. സൃഷ്ടികൾ രൂപം കൊണ്ട് കുറെ നാളുകൾക്ക് ശേഷം മനുഷ്യരെ നോക്കി അദ്ദേഹം കൽപ്പിച്ചു: നിങ്ങൾ ഭൂലോകത്തിൽ വസിക്കുക. ദേവകളെ സ്വർഗലോകത്തിന്റെ അതിഥികളാക്കി. പാതാളത്തിന്റെ ചുമതല രാക്ഷസവർഗത്തെ ഏൽപ്പിച്ചു. തന്റെ സൃഷ്ടികളൊന്നും പെറ്റുപെരുകിയില്ലെന്ന് ബോധ്യമായപ്പോഴാണ് സഹായികളായി പ്രജാപതികളെ സൃഷ്ടിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. ബ്രഹ്മാവ് ആദ്യം സനകാദികളെയും പിന്നീട് ഭൃഗു, പുലസ്ത്യൻ, പുലഹൻ, കൃതു, അങ്കിരസ്, മരീചി, ദക്ഷൻ, അത്രി, വസിഷ്ഠൻ എന്നീ മാനസപുത്രന്മാരെ സൃഷ്ടിച്ചു. ഈ 9 പേർക്കും പ്രജാപതികൾ എന്നുള്ള സ്ഥാനവും നൽകി. പിന്നീട് ഇവർക്ക് യഥാക്രമം ഖ്യാതി, ഭൂതി, സംബോധി, ക്ഷമ, പ്രീതി, സന്നദ്ധ, ഊർജ, അനസൂയ, പ്രസൂതി എന്നീ ഭാര്യമാരെ സൃഷ്ടിച്ച് നൽകി. പ്രകൃതി സ്ത്രീ സ്വഭാവത്തിൽ വിന്യസിച്ച് സ്ത്രൈണത പുരുഷനിൽ ഏകീപതിച്ച് ദേവിയുടെ സാന്നിധ്യം കൊണ്ട് ശുദ്ധരായിരുന്ന 3 ദേവന്മാരുണ്ടായി. ലക്ഷ്മിയും പാർവതിയും സരസ്വതിയുമായിരുന്നു അവർ. ലക്ഷ്മി വിഷ്ണുവിന്റെ സഹധർമ്മിണിയായി, ശിവൻ പാർവതിയെ പത്നിയായി സ്വീകരിച്ചു. ബ്രഹ്മാവ് സ്വതേജസ്സും പ്രകൃതിയാൽ ഇണക്കിയാണ് സരസ്വതിക്ക് ജന്മം നൽകിയത്. അപ്പോൾ ബ്രഹ്മാവ് സരസ്വതിയുടെ പിതാവാണ്. പക്ഷേ സൗന്ദര്യധാമമായ സരസ്വതിയിൽ ബ്രഹ്മാവ് അനുരാഗം തോന്നി. മഞ്ഞപ്പട്ടുടുത്ത് അച്ഛൻ്റെ കൊട്ടാരത്തിൽ തികഞ്ഞ സ്വാതന്ത്ര്യത്തോടെ അവൾ ജീവിച്ചു. എന്നാൽ അച്ഛൻ്റെ കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്ന രസം പിതൃസ്നേഹത്തിൻ്റെതല്ല എന്ന് സരസ്വതിക്ക് മനസ്സിലായി. കാമം കത്തിജ്വലിക്കുന്ന ആ നോട്ടം അവളുടെ പല സംശയങ്ങളിൽ നിന്നും ജനിപ്പിച്ചു. അവൾ അദ്ദേഹത്തിൻ്റെ വലതുവശത്തേക്ക് മാറി. എന്തൊരത്ഭുതം! ബ്രഹ്മാവിന് അവിടെ ഒരു മുഖം ജനിച്ചു. ആ കണ്ണുകളിൽ നിന്നുള്ള ജ്വലിക്കുന്ന നോട്ടം അസഹനീയമായപ്പോൾ സരസ്വതി ഇടതുവശത്തേക്ക് തെന്നി മാറി. അവിടെയും ബ്രഹ്മാവിനൊരു മുഖമുണ്ടായി. അവൾ പിൻവശത്തേക്ക് മാറിയപ്പോൾ അതാ അവിടെയും ഒരു മുഖം. ദേവി അത്ഭുതത്തോടെ മുകളിലേക്ക് ഒരു ചാട്ടം ചാടി. ഒട്ടും താമസിച്ചില്ല, അദ്ദേഹത്തിന്റെ ഊർധ്വഭാഗത്തൊരു മുഖമുണ്ടായി കഴിഞ്ഞു. ഇനി ആ സുന്ദരി എവിടെ ചെന്ന് ഒളിക്കുക? തികഞ്ഞ ഭയപരവാശത്തോടെ ഇരുകത്താവി മൂടെയായി സരസ്വതി നിൽക്കുമ്പോൾ ഒരു അശരീരി മുഴങ്ങി.
ഹേ സരസ്വതി, ബ്രഹ്മദേവന്റെ ഭാര്യാപദവി അലങ്കരിച്ചാലും ലക്ഷ്മിയും പാർവതിയും സരസ്വതിയും ത്രിമൂർത്തികളുടെ പ്രയത്നങ്ങൾ പൂർത്തീകരിക്കുവാൻ ജനിച്ചവളാണ്. പ്രകൃതിയിലെ മായാശക്തിയായ ഞാൻ തന്നെയാണ് നിങ്ങൾ 3 പേര്. പിന്നെ അവാന്തിച്ചില്ല. സുന്ദരിയായ സരസ്വതി ബ്രഹ്മാവിനെ ഭർത്താവായി സ്വീകരിച്ചു. സ്വർഗലോകത്തിൽ തേറുനാൾ വസിച്ച ശേഷം അവർ ഭൂമിയിലെത്തി. ഭൂലോകം കണ്ടിട്ട് ദേവി പറഞ്ഞു, ഓ, ഈ ഭൂമി എത്ര മനോഹരമായിരിക്കും. അങ്ങയുടെ സൃഷ്ടിയിൽ ഏറ്റവും വിശേഷിക്കപ്പെട്ടത് ഭൂമിയാണെന്ന് എനിക്ക് തോന്നുന്നു. നീലാകാശത്ത് തെന്നിക്കളിക്കുന്ന പൂർണ്ണചന്ദ്രൻ, അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്ന അശ്വതി രോഹിണിമ, മനസ്സ് കുളിപ്പിക്കുന്ന നക്ഷത്രാവലി, പർവ്വതങ്ങളോ ഭൂമിയുടെ മാറത്തെ മഹോന്നത കോരകമെന്ന് തോന്നും. ഹായ്, എത്ര തരം പൂക്കൾ, എത്ര തരം പൂമ്പാറ്റകൾ. ദേവാ, ഈ ഭൂമി സ്വർഗത്തേക്കാൾ സുന്ദരം തന്നെ. ഇവിടെ നമുക്ക് ഏറെ നാൾ വസിക്കണം. ദേവിയുടെ അഭിപ്രായം മാനിച്ച് അവർ ഭൂമിയിൽ താമസിച്ചു. താമരപ്പൂവുകളുടെ ലാസ്യ നൃത്തം നോക്കി സരസ്വതി നൃത്തം മനസ്സിലാക്കി. ഭൂമിയിൽ മനുഷ്യരുടെ നാവിൻ തുമ്പിൽ കോമളാങ്കി വസിക്കുവാൻ തുടങ്ങി. സരസ്വതിയുടെ ഒരു കല മനുഷ്യരുടെ നാവിൻ തുമ്പിൽ ഭാക്ഷയായി വസിച്ചു. ഭൂമിയിൽ വെച്ച് തന്നെ അവൾ ഗർഭിണിയായിരുന്നു. സ്വർലോകത്തിലെത്തിയ ദേവി സുന്ദരനും തേജസ്വിയുമായ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് സ്വയംഭവൻ ഭുവൻ എന്ന് പേരിട്ടു. പ്രജാപതികൾക്ക് മുമ്പ് ബ്രഹ്മാവ് സൃഷ്ടിച്ചിരുന്ന സനന്ദാദികളായ മഹർഷിമാർക്ക് സംസാരത്തിൽ ആസക്തികളില്ലായിരുന്നു. അവർ വലിയ ജ്ഞാനികളും വൈരാഗികളുമായിരുന്നു. അവർ പ്രജാസൃഷ്ടിയിൽ വിമുഖന്മാരായത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് അത്യധികമായ കോപമുണ്ടായി. ഈ കടുംകോപത്താൽ വളഞ്ഞു തിളങ്ങുന്ന പുരികക്കൊടികളുടെ ഇടയ്ക്കിൽ നിന്നാണ് ത്രിമൂർത്തികളിൽ ഒന്നായ ശിവൻ ജാതനാകുന്നത്. അതിനുശേഷം ബ്രഹ്മാവ് തന്നിൽ നിന്ന് ഉത്ഭവിച്ചവനും തന്റെ രൂപാന്തരവുമായ സ്വയംഭുവിനെ പ്രജാപരിപാലനത്തിനായി ആദ്യത്തെ മനുഷ്യനായി നിയമിച്ചു. സ്വയംഭുവുമെന്നു തന്റെ സഹോദരിയായ ശതരൂപ എന്ന സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്ക് പ്രിയവൃത്രൻ, ഉത്താനപാദൻ എന്നിങ്ങനെ 2 പുത്രന്മാരും പ്രസൂതി, ആകൂതി എന്ന 2 പുത്രിമാരും ജനിച്ചു. അവരിൽ പ്രസൂതിയെ ദക്ഷ പ്രജാപതിയും ആകൂതിയെ രുചി പ്രജാപതിയും ഭാര്യമാരായി സ്വീകരിച്ചു. രുചി പ്രജാപതിക്ക് ആകൂതിയിൽ യജ്ഞന്മാർ എന്നു പേരായ ഒരു പുത്രനും ദക്ഷിണ എന്നു പേരായ ഒരു പുത്രിയും ഇരട്ടപ്പെട്ടുണ്ടായി. യജ്ഞനും ദക്ഷിണയിൽ 12 പുത്രന്മാർ ജനിച്ചു. അവർ സ്വയംഭൂ മന്വന്തരത്തിൽ യാമന്മാർ എന്ന പേരോടുകൂടിയ ദേവന്മാരായിരുന്നു. ദക്ഷന് പ്രസൂതിയിൽ 24 പുത്രിമാരുണ്ടായി. ശ്രദ്ധ, ലക്ഷ്മി, ധൃതി, തുഷ്ടി, മേധ, പുഷ്ടി, ക്രിയ, ബുദ്ധി, ലജ്ജ, വപുസ്, ശാന്തി, സിദ്ധി, കീർത്തി, ഖ്യാതി, സതി, സംഭൂതി, സ്മൃതി, പ്രീതി, ക്ഷമ, സന്തതി, അനസൂയ, ഊർജ, സ്വാഹ, സ്വോധ എന്നിവരാണ് 24 പേർ. ഇവരിൽ ആദ്യത്തെ 13 പേരെ ധർമ്മദേവൻ ഭാര്യയായി സ്വീകരിച്ചു. പിന്നെയുള്ള ഖ്യാതി ഭൃഗുവിൻ്റെയും, സതി ശിവന്റെയും, സംഭൂതി മാരീചിയുടെയും, സ്മൃതി അങ്കിരസിന്റെയും, പ്രീതി പുലസ്ത്യന്റെയും, ക്ഷമ പുലഹന്റെയും, സന്തതി കൃതുവിന്റെയും, അനസൂയ അത്രിയുടെയും, ഊർജ വസിഷ്ഠന്റെയും, സ്വാഹ അഗ്നിയുടെയും, സ്വത പിതൃക്കളുടെയും ഭാര്യമാരായി തീർന്നു. മഹാവിഷ്ണു ലോക സംരക്ഷകനായി, സാധുജനക രക്ഷകനായി വാണരുളൻ. വൈകുണ്ഠമാണ് വിഷ്ണുവിന്റെ ആസ്ഥാനം. പാലാഴിയിലാണ് വൈകുണ്ഠം. ആദിശേഷനാണ് വിഷ്ണുവിന്റെ മെത്ത. ഭൂമിയെ താങ്ങിക്കൊണ്ട് പാതാളത്തിലും മഹാവിഷ്ണുവിന്റെ തൽപ്പലമായി പാലാഴിയിൽ സ്ഥിതി ചെയ്യുന്ന സർപ്പശ്രേഷ്ഠനാണ് ആദിശേഷൻ എന്ന അനന്തൻ. നവനാഥങ്ങളിൽ അത്യുത്തമനായ അനന്തൻ കശ്യപ പ്രജാപതിക്ക് കദ്രു എന്ന നാഗസ്ത്രീയിൽ ജനിച്ച മൂത്തപുത്രനാണ്. വാസുകി, തക്ഷകൻ, കാർക്കോടകൻ തുടങ്ങിയ അനേകം കനിഷ്ഠ സഹോദരന്മാർ അനന്തനുണ്ടായിരുന്നു. കദ്രുവും സപ്തപത്നിയായ വിനതിയും തമ്മിലുണ്ടായ അവസാനിക്കാത്ത ശത്രുത അവരുടെ സന്താനങ്ങളിലേക്കും വ്യാപിച്ചപ്പോൾ അനന്തൻ നിഷ്പക്ഷത അവലംബിച്ചതേയുള്ളൂ. വീട് വിട്ട് ആദിശേഷൻ ഗന്ധമാദനത്തിലെത്തി. സ്ഥൂലരൂപം വെടിഞ്ഞ് സൂക്ഷ്മരൂപിയായി തപസ്സാരംഭിച്ചു. ഏറെക്കാലം തപസ്സനുഷ്ഠിച്ചതിനു ശേഷം ബദരിയാശ്രമത്തിലേക്ക് തപസ് മാറ്റി. ഏറെ നാളുകൾക്ക് ശേഷം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അനന്തനോട് പറഞ്ഞു, സർപ്പശ്രേഷ്ഠനായ അനന്ത, താങ്കൾ വിഷമിക്കരുത്. അക്കങ്ങൾ നശിച്ച അങ്ങ് സത്യത്തിന്റെ രത്നമാണ്. പാതാളത്തിൽ ചെന്ന് സ്ഥൂലരൂപം കൊണ്ട് താങ്കൾ രോഗത്തെ താങ്ങുക. സൂക്ഷ്മരൂപം അതീവ സുന്ദരമാക്കി മഹാവിഷ്ണുവിന് മെത്തയാവുക. ബ്രഹ്മാവിന്റെ അനുഗ്രഹം സ്വീകരിച്ച ആഹ്ലാദ ചിത്തനായ അനന്തൻ മഹാവിഷ്ണുവിന്റെ മെത്തയായി. പാതാളത്തിന്റെ ചുവട്ടിൽ അനന്ത എന്ന പേരുള്ള ഒരു സ്ഥലത്താണ് അനന്തന്റെ വാസം. 1000 തലയുള്ള അനന്തൻ ഭൂമിയെ ഒരു തലയിൽ നിന്നും മറ്റൊരു തലയിലേക്ക് മാറ്റിവെക്കുമ്പോഴാണ് ഭൂമി ഉലക്കം ഉണ്ടാകുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അനന്തന്റെ മുഖ്യ ബണത്തിന്മേൽ സ്വസ്തികം എന്ന അടയാളമുണ്ട്. 1000 ശിരോരത്നങ്ങളെ കൊണ്ട് അനന്തൻ എല്ലാ ദിക്കുകളും പ്രകാശിപ്പിക്കുന്നുവെന്നും കൽപ്പാന്തങ്ങളിൽ അനന്തന്റെ മുഖങ്ങളിൽ നിന്ന് ഉഗ്രമൂർത്തിയായ രുദ്രൻ ആവിർഭവിച്ച് 3 ലോകങ്ങളെയും ഭക്ഷിക്കുന്നുവെന്നും വിഷ്ണു പുരാണത്തിൽ പരാമർശമുണ്ട്. അനന്തൻ ലോകത്തെ നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ദ്വാദശൂദ്രന്മാർ ത്രിശൂലം തുടങ്ങിയ ആയുധങ്ങളോടുകൂടി ആവിർഭവിക്കുമെന്നാണ് ദേവീ ഭാഗവതത്തിലും പറയുന്നത്. തുടരും.